നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ഫെഫ്കയ്ക്കെതിരെ വിമർശനം ശക്തം. ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞവർ മണിക്കൂറുകൾ കൊണ്ട് നിലപാട് മാറ്റിയെന്ന് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ കുറ്റപ്പെടുത്തി. എന്നാൽ ആരോപണങ്ങൾ പച്ചക്കള്ളമെന്നാണ് 24നോട് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചത്. സൂത്രവാക്യം സിനിമ ICC യോഗത്തിൽ ഷൈൻ ടോം ചാക്കോയും വിൻസി അലോഷ്യസും തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പിലേക്കെന്ന സൂചനകൾ പുറത്തുവരുന്നതിനിടയിലാണ് ഫെഫ്കയ്ക്കെതിരായുള്ള വിമർശനം ശക്തമാകുന്നത്. ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി സംസാരിച്ചതിന് ശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം ഫെഫ്ക ഭാരവാഹികളുടെ വാർത്താ സമ്മേളനം. ഷൈൻ ടോം ചാക്കോയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും നിലപാടുകൾ സ്വീകരിക്കാനും എന്ത് അധികാരമെന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട്. ട്രേഡ് യൂണിയൻ അല്ലേ, അവരെന്താണ് നിർമ്മാതാക്കളെ ഞങ്ങളുടെ ഈ സൂത്രവാക്യത്തിന് നിർമ്മാതാവിന് വിളിച്ച് അവര് എക്സ്പ്ലനേഷൻ ചോദിച്ചായിരുന്നു. അന്ന് കണ്ടില്ല, ഷൈൻ ടോം ചാക്കോയുടെ കൂടെ അവനും ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ഷൈൻ ടോം ചാക്കയെ വിളിച്ച് എക്സ്പ്ലനേഷൻ ചോദിച്ചു. അതിന്റെ ആവശ്യം അവർക്ക് തന്നെയായിരിക്കും, അവരുടെ ഏരിയ അല്ലോ. ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞവർ മണിക്കൂറുകൾ കൊണ്ട് നിലപാട് മാറ്റിയെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി ജി സുരേഷ് കുമാർ. നമ്മുടെ ഓഫീസിൽ വന്ന് സംസാരിച്ചിട്ട് പോയിട്ട് 24 മണിക്കൂറിനകത്ത് അവരുടെ നിലപാട് മാറ്റിയിട്ട് വേറെ രീതിയിൽ അയാളെ ഒരു ചാൻസും കൂടെ കൊടുക്കണം എന്ന് പറയാൻ, അങ്ങനെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ അവർ തീരുമാനം എടുത്തോട്ടെ. ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുത്തോളാം. ഇതിനിടയിൽ എതിർപ്പ് ശക്തമാക്കിക്കൊണ്ടുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ പ്രതികരണവും പുറത്തുവന്നു. ആരോപണങ്ങൾ പച്ചക്കള്ളമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. ചുമതലയുള്ള പ്രൊഡ്യൂസർ അസോസിയേഷൻ അറിയിക്കുന്ന മുറയ്ക്ക് അത് എന്ത് തന്നെയായാലും അതിനോടൊപ്പമായിരിക്കും ഫെഫ്ക എന്ന് അന്ന് ആ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞതാണ്. പിന്നെ എങ്ങനെയാണ് ഇത് ഫെഫ്ക അട്ടിമറിക്കുന്നതായി ആരോപണം ഉയരുന്നതെന്ന് എനിക്കറിയില്ല. അത്തരം ആരോപണങ്ങളെ ഞങ്ങൾ തള്ളിക്കളയുന്നു. അതിനെ യാതൊരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. IC റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം നടനെതിരെ എന്ത് നടപടികൾ സിനിമാ സംഘടനകൾ സ്വീകരിക്കുമെന്ന ചോദ്യം ബാക്കി നിൽക്കെയാണ് സംഘടനകൾ തമ്മിലുള്ള വാദപ്രതിവാദം. 24 കൊച്ചി.